രാവിലെ ഇറങ്ങീന് ഞാൻ വീട്ടിന്ന്. വണ്ടിക്ക് അല്ലറ ചില്ലറ കാര്യങ്ങളുണ്ടേനും ചെയ്യാൻ. അതെല്ലാം ഏകദേശം ചെയ്ത് കഴിയുമ്പത്തേക്കും സമയം ഒരു 12:45 1 മണി ആയിട്ടുണ്ടാവും. തിന്നാൻ വേണ്ടി ജീവിക്കാതെ ജീവിക്കാൻ വേണ്ടി തിന്നൂന്ന് പറയുന്ന ആ ഒരു മഹത് വചനം ഉണ്ടല്ലോ. അത് ഒരു ദിവസെങ്കിലും എൻ്റെ ജീവിതത്തിലൊന്ന് പ്രാവർത്തികാക്കാൻ പറ്റുമോന്ന് നോക്കട്ടേന്ന് വിചാരിച്ചിട്ട് വളരെ ലളിതമായ രീതിയിൽ ഈ ചൂടിന് കുറച്ച് കഞ്ഞി കുടിക്കാമെന്ന് തീരുമാനിച്ചിട്ട് ഒരു സ്പോട്ടിൽ ലേശം കഞ്ഞി കുടിക്കാൻ കയറിയേ. കഞ്ഞിക്ക് സൈഡായിട്ട് ഈ കാണുന്ന എല്ലാ ഐറ്റംസും പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ പോയ സമയത്ത് ആടെ എന്തെല്ലാം ഉണ്ടായിനോ അതെല്ലാം. വെറും 110 റുപ്യാണ് ആ കാണുന്ന എല്ലാ ഐറ്റംസും കൂട്ടിയിട്ട് ഇരുന്ന് കഞ്ഞി കുടിച്ചിട്ട് അനക്കായത്. ഓംലേറ്റ് ഉണ്ട്, ചെറുപയർ പുഴുങ്ങിയതുണ്ട്, ചെറുപയർ പുഴുക്കുണ്ട്, മോരുണ്ട്, മോര് കറിയുണ്ട്, പപ്പടമുണ്ട്, മാങ്ങയച്ചാറുണ്ട്, സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്, പിന്നെ ഉണക്കമുള്ളൻ വറുത്തതുമുണ്ട്. ചൂടിന് കുറച്ച് നടന്നിട്ട് വേർത്തിട്ട് നല്ല ചൂട് കഞ്ഞിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുടിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയല്ല. ഒരു എനർജി നമുക്ക് കിട്ടാനുണ്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ നാക്കിയിട്ട് കുടിക്കുമ്പോൾ. പിന്നെ അതിൻ്റെ കൂടെ മോരുണ്ടേനും, മോര് കറി ഉണ്ടേനും, പിന്നെ ഓംലേറ്റും ഈ മാങ്ങ അച്ചാറും ചമ്മന്തിയും എല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഉണക്കമുള്ളൻ കഴിച്ചത് കേട്ടോ. നല്ല ഉപ്പിൻ്റെ കിക്കില്ല ഉണക്കമുള്ള അടിപൊളിയായിരുന്നു. 110 റുപ്യാണ് ഇവിടുത്തെ കഞ്ഞിക്ക് ഇതെല്ലാം കൂട്ടിയിട്ട് കഴിക്കാനായതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നല്ല അടിപൊളി കഞ്ഞിയാണ്. അപ്പോൾ സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞുതരാം. ഇനി കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൻ്റെ അടുത്ത് നമ്മളെ പഴയ ബസ് സ്റ്റാൻഡില്ലേ, അവിടുന്ന് താഴേക്ക് പോകുന്ന ആ യോഗശാല റോഡില്ലേ, അവിടെ ജവഹർ ലൈബ്രറീൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ വഴിയുണ്ട് കോംപ്ലക്സിൻ്റെ ഇടയിൽ. അതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ഈ സായി ടീ ഷോപ്പ്. പിന്നെ രാത്രി വരെ ഒന്നും കഴിച്ചിട്ടേ ഇല്ല. ഒരു 2-3 ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് ഷെയ്ക്ക് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പും. ആ വിശപ്പും വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് എന്നാ തിന്നാനുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പറയും, എന്നാൽ പിന്നെ എനിക്ക് പുറത്തുനിന്ന് നിന്നിട്ട് വന്നാൽ പോരെ, എന്നെ അവിടെ നിന്നല്ലേ വരുന്നത്, ഇവിടെ ഒന്നും തിന്നാനില്ലാന്ന്. അതിനൊന്നും ഇടയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുന്ന വഴിക്ക്, അതായത് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയ. ഈടെയാണെങ്കിൽ ഭയങ്കര തിരക്കും. എനക്കാണെങ്കിൽ ബേസിനെറ്റ് കുടലും കരിയുന്നു. ഞാൻ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഇവർ ഇരിക്കാൻ ഒരു 1/4 മണിക്കൂർ ഏകദേശം 20 മിനിറ്റെല്ലാം കാത്തു നിന്നിട്ടാണ് കേട്ടോ സീറ്റ് തന്നത്. അങ്ങനെ ആദ്യം ഇടുന്നൊരു ഇത് കഴിച്ച്, എന്നാൽ മട്ടൻ സൂപ്പ്, നാടൻ മട്ടൻ സൂപ്പ്, പിന്നെ ഒരു പൊറോട്ടയും പറഞ്ഞ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ പൊള്ളിച്ചിയും പറഞ്ഞ. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇവിടുത്തെ ഒരാളോട് ചോദിച്ചേരം പറഞ്ഞത്. ആദ്യം ചിക്കൻ നല്ലോണം ചുട്ടെടുത്ത ശേഷം പിന്നെ ഒരു സ്പെഷ്യൽ മസാലയിലിട്ടിട്ട് പൊള്ളിച്ചെടുക്കും. അങ്ങനെയാണ് പോലും അത് ഉണ്ടാക്കുക. ചിക്കൻ പൊള്ളിച്ച് എന്തായാലും കൊള്ളാം. പിന്നെ അതിൻ്റെ കൂടെ കഴിച്ച ആ പൊറോട്ട ഉണ്ടല്ലോ, അതും ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ഇവിടുന്ന് ഒരു ചിക്കൻ കബാബിൻ്റെ ചെറിയൊരു പ്ലാറ്റർ പോലത്തെയും കഴിച്ച്, പിന്നെ ഒരു ആവോലി തവ ഗ്രിൽഡും കഴിച്ചേ. ഈ ആവോലീൻ്റെ മസാല കുഴപ്പമില്ല, പക്ഷേ ഈ ആവോലി ഫ്രോസണാ, അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു വല്ലാത്ത ചുഴയുണ്ടേനു. ആ ചുഴ എനിക്ക് തീരെ സെറ്റാവുന്നുണ്ടായിട്ടില്ലേ. മീൻ കുറച്ച് ഞാൻ ബാക്കിയെല്ലാം വെച്ചിന്. പിന്നെ ബട്ടർ നാനെല്ലാം കൂട്ടിയിട്ടും കഴിച്ച് നോക്കി, എന്നിട്ടും കഴിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. പക്ഷേ ബട്ടർ നാനെല്ലാം അടിപൊളിയാണ്. അപ്പോൾ ആ ഓലി കുറച്ച് കഴിച്ച് നോക്കിയ ശേഷം പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത്, അതായത് നെക്സ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാ, എന്നാൽ അയക്കൂറ തവ ഫ്രൈയാണ്. ഇത് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. മസാലയും ടേസ്റ്റ് ഉണ്ടായാലും മീനും വലിയ തെറ്റുണ്ടായിട്ടില്ല. ഭയങ്കരമാണെന്ന് പറയില്ല, പക്ഷേ കുഴപ്പമില്ല. അതിന് ശേഷം കഴിച്ചത് ഈ കബാബിൻ്റെ ഒരു പ്ലാറ്ററാണ്. ഇതിൻ്റെ അകത്ത് 4 ഫ്ലേവേഴ്സിൽ വരുന്ന ചിക്കൻ കബാബുണ്ട്. അഫ്ഗാനി ഉണ്ട്, പിന്നെ മലായി ഇല്ല, ടിക്കി ഉണ്ട്, പിന്നെ കാന്താരി ഉണ്ട്, പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്. അത് മലായി അല്ല, പക്ഷേ വെള്ള കളറിനെ ഉണ്ടായിരുന്നു. ഇറാനിയൻ ആനുവളി, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അതിൻ്റെ പേര് കറക്റ്റ്. ക്വാണ്ടിറ്റി എല്ലാം സെറ്റാണ്. പിന്നെ ചിക്കൻ്റെ ഓരോ പീസ്, അതായത് കബാബിൻ്റെ ഓരോ പീസും നല്ല സൈസും ഉണ്ടായിരുന്നു. പക്ഷേ കോഴി കുറച്ച് മൂത്ത കോഴിയാണോ എന്നൊരു സംശയം. ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു. സാധാരണ കബാബ് നല്ല സോഫ്റ്റ് ആയിരിക്കില്ലേ, നല്ല തൈരെല്ലാം ചെയ്തിട്ട് മാറിനേറ്റ് ചെയ്തിട്ട് തൈരെല്ലാം കൂട്ടിയിട്ട്. ഇനി ഇതിന് തൈര് കൂട്ടിയത് കുറഞ്ഞു പോയിട്ടാണോ എന്നൊന്നും അറിയില്ല, പക്ഷേ ചിക്കൻ കുറച്ച് മുസ്തേനു. ഇതിൻ്റെ പുറത്തെ ഫ്ലേവർ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിലുണ്ട്. പക്ഷേ ഫ്ലേവർ കുറച്ചും കൂടെ ഒന്ന് ചിക്കൻ്റെ അകത്തോട്ടേക്ക് പോയിരുന്നെങ്കിൽ കുറേ കൂടി അടിപൊളി ആയേനെ. പിന്നെ മധുരം ഇടാത്തൊരു തണുത്ത ബത്തക്ക ജ്യൂസ് ഒറ്റ വേലിക്ക് അങ്ങോട്ട് കുടിച്ചതിന് ശേഷം ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഫ്രൈഡ് റൈസ് എന്ന് പറയുന്ന ഈ ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. സാധാരണ നമ്മൾ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കുന്ന ഒരു ഫ്രൈഡ് റൈസ് ഇല്ലേ, അതിൻ്റെ ഒരു ഫ്ലേവറല്ല, വേറെ ഒരു ടൈപ്പ് ഫ്ലേവറാണ്. വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ കഴിച്ചത് ഇവരൊരു വെറൈറ്റി ചിക്കൻ ഷവായി ആയിട്ടുള്ള ഈ ഹണി ചില്ലി ചിക്കൻ ഷവായിയ ചെസ് പീസാണേ കഴിച്ചത്. ഇവർ വെറൈറ്റി ആണെന്നല്ല പറഞ്ഞത്, പക്ഷേ ആ വെറൈറ്റി എനക്കെന്തോ അങ്ങനെ സെറ്റായിട്ടില്ല. ഷവായിൻ്റെ കൂടെ ആ ഹണി ചില്ലിൻ്റെ ഫ്ലേവർ വന്നപ്പോൾ വീണ്ടും കഴിച്ചതൊരു ചിക്കൻ ഷവായി തന്നെയാണ്. ഇത് മസാല ചിക്കൻ ഷവായിയാണ്. നമ്മൾ പൊതുവേ കാണുന്ന മറ്റേ റെഡ് കളറുള്ള മസാലയല്ല കേട്ടോ, എടുത്ത വേറൊരു കളറാണ്. ഫ്ലേവർ ആ ഒരു ഫ്ലേവറും അല്ല, വേറെ ഒരു ടൈപ്പ് ഫ്ലേവർ തന്നെ. ഭയങ്കരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ കഴിച്ചത് 2 പൊറോട്ടയും അതിൻ്റെ മേലെ ബുൾസയും, ആ 2 പൊറോട്ടേൻ്റെ ഇടയിൽ ബീഫെല്ലാം വരുന്നൊരു പാൽ പൊറോട്ടയാണ്. ഇത് ചിക്കനിലും കിട്ടുമേ, പക്ഷേ ഞാൻ കഴിച്ചത് ബീഫാണ്. ഇതിൻ്റെ പേര് പാൽ പൊറോട്ട എന്നാണല്ലോ. അപ്പോൾ പൊറോട്ടയും ബീഫും പിന്നെ ബുൾസൈ, അതിൻ്റെ മേലെ വെച്ച ബുൾസയും കൂടാണ്ട് താഴെയും അതിൻ്റെ ഇടയിലുമായിട്ട് നല്ലോണം തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ പൊറോട്ടയെല്ലാം അടിപൊളിയായിരുന്നു.
അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഒന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഫലൂദയായിട്ടുള്ള ഒരു ഫലൂദ ഓർഡർ ചെയ്ത് പിന്നെ ഒരു ഓറഞ്ച് ഷേക്കും കുടിച്ചു. അതും വിത്തൗട്ടാണേ. ഇത് വിത്തൗട്ടല്ല. ഫലൂദ ഒരു ആവറേജ് ആയിരുന്നു. ഓറഞ്ച് ഷേക്കും കുഴപ്പമില്ല. പിന്നെ ഇതൊരു പുതിയ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്. പിന്നെ ഭയങ്കര തിരക്കുണ്ട്. അപ്പോൾ അതാ പ്രശ്നം. തിരക്കുള്ളത് കൊണ്ട് തന്നെ സർവീസ് കുറച്ച് സ്ലോ ആണ്. അത് തിരക്കുള്ളതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ സ്പോട്ട് മേലെച്ചുവ ഏച്ചൂർ റോഡിലുള്ള ഒമാസ് റെസ്റ്റോറൻ്റ് ആണ്. അങ്ങനെ വീടെത്തി കുളിച്ച് ഫ്രഷായി പിന്നെ കല്ലുമ്മക്കായും കഴിച്ച്. അരിക്കടക്ക കല്ലുമ്മക്കായ നിറച്ചത് വീട്ടിലാക്കിയതാണ് വൈകുന്നേരം ചായക്ക്. പക്ഷേ ഞാൻ വീട്ടിൽ വൈകുന്നേരം ചായ കുടിക്കാൻ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ പങ്കാടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്